തമിഴ്നാട്ടിൽ ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറി ട്രംപിനെതിരെ സമരം ചെയ്ത് മരിച്ചു. സാറ് വാർത്ത അറിഞ്ഞായിരുന്നു? കണ്ടു 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 ബാലസുബ്രഹ്മണ്യം കല്യാണ സുന്ദരം സുന്ദരം 45 വയസ്സാണ്. വേർകുടി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ട്രംപിനെതിരായി മഡുറോയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അതിനെതിരെ പ്രതിഷേധിച്ചായിരുന്നു. വെനിസ്വേലയ്ക്ക് വേണ്ടിയിട്ട് പ്രതിഷേധിച്ചതായിരുന്നു. അപ്പോഴാണ് ഈ കോലം കത്തിച്ചപ്പോഴത്തേക്കും ഗുരുതരമായി പൊള്ളലേറ്റ് മരിച്ചത്. CPM ഇപ്പോഴും ഏത് കാലത്താണ് സർ ജീവിക്കുന്നത്? അവരുടെ കാലഗണന ഒക്കെ നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. പക്ഷെ എന്നാലും അവരുടെ ആ ഒരു ഭൂതകാലത്തിൻ്റെ ഇപ്പോൾ പണ്ട് ഈ പ്രകാശ് കാരാട്ട് ഈ പ്രസംഗിക്കാനായിട്ട് വേദിയിൽ കയറും. വിശേഷിച്ചും ഈ പാർട്ടി സമ്മേളനമൊക്കെ നടത്തിയിട്ട് 1-2 പാർട്ടി സമ്മേളനങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി കോൺഗ്രസ് നടന്നിട്ട് ലാസ്റ്റിൽ അണികളെ അഭിസംബോധന ചെയ്യുമല്ലോ. അപ്പോൾ അന്ന് അദ്ദേഹം ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് നിക്കരാഗ്വയിലെ പ്രശ്നങ്ങളുണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സന്ദേശം സിനിമയിൽ ശ്രീനിവാസൻ്റെ ഡയലോഗുകൾ ഓർമ്മ വരും. അപ്പോൾ അതിൻ്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ നടന്നത്. ഇവിടെ ഈ മഡുറോയെ പിടിച്ചുകൊണ്ട് പോയതിന്, ട്രംപ് പിടിച്ചുകൊണ്ട് പോയതിന് ഇവിടെ പന്തം കൊളുത്തി പ്രകടനത്തിന് വെച്ചെന്ന് ആലോചിച്ചു. ട്രംപിൻ്റെ കോലം കത്തിക്കുക. അപ്പോൾ ഇതൊക്കെ ട്രംപ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് അല്ലേ? അതെ, ഇ.പി. ജയരാജൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, നമ്മൾ ചിരിക്കുന്നെങ്കിലും ആ യുവാവ് മരിച്ചുപോയി എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക്, കാരണം ഇതാണ് അതിൻ്റെ ഒരു ഭ്രാന്തെന്ന് പറയുന്നത്. എന്താണ് ഇപ്പോൾ ഈ CPM-കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെട്ടെന്ന് ഈ വികാര വിക്ഷോഭം കൊണ്ട് ഇങ്ങനെ ആളിക്കത്തിക്കുക, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വിപരീതാത്മകതയിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു വൈകാരികമായ ആനന്ദം ഈ CPM പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ആലോചിച്ച് നോക്കുക, ഇപ്പം ഈ CPM-ൻ്റെ ഈ വിശേഷിച്ചും ഈ SFI-ക്കാരും DYFI-ക്കാരും ഒക്കെ ഇങ്ങനെ ഞെരിപിരി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ CPM-ൽ കേരളത്തിൽ തന്നെ ഇപ്പോഴും പലരും പറയുന്നത് ഇനി 5 വർഷവും കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഇല്ലാണ്ടായി പോകും. കാരണം വെച്ചാൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ എന്താ പറയുക, ഒരു എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 മുദ്രാവാക്യം വിളിച്ച് എവിടെന്തെങ്കിലുമൊക്കെ തല്ലിപ്പൊളിച്ച് ഒരു റോഡുമൊക്കെ ബ്ലോക്ക് ചെയ്ത് തലയൊക്കെ ആരുടെയെങ്കിലും സ്വയം തല്ലി പൊട്ടിയാലും മതി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു ഹരം പോലെയാണ് സാർ. അപ്പോൾ അത് ഈ ഒരു വിപരീതാത്മകമായ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാനായിട്ട് ഭയങ്കര ആവേശം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആവേശത്തിൽ ഈ ട്രംപിനെ കാണുകയാണ് ചെയ്തത്. ഇതൊരു തരം മനോരോഗം പോലെയാണത്. കാര്യം ഈ എഫിജി കത്തിക്കുക അല്ലെങ്കിൽ കോലം കത്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ സംഗതിയാണ്. ഒരു വ്യക്തിയെ സങ്കല്പിച്ചിട്ട് നമ്മൾ പച്ചയായിട്ട് കത്തിക്കും. അത് നമ്മൾ മാനുഷികമായൊരു സമീപനം. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിലേക്ക് സർവ്വസാധാരണമാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സുകാരും ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്നുണ്ട്, BJP-ക്കാരും എല്ലാവരും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം പ്രാകൃതമായൊരു നടപടിയാണത്. കാര്യം ഒരു മനുഷ്യനെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് പച്ചയ്ക്ക് കത്തിക്കുന്ന തുല്യമാണത്. എന്നിട്ട് പിന്നെ നമ്മൾ പറയുന്നത് എന്താ, ഞങ്ങൾ മാനവീയം, നമ്മൾ അനീതിക്കെതിരെയാണ് ഈ പലരും പ്രക്ഷോഭം നടത്തുന്നത് അല്ലേ? ഇപ്പം അതിനെക്കാട്ടി ഒന്നാലോചിച്ചൊക്കെ, ഇയാളുടെ മുൻപിൽ ട്രംപിനെ കിട്ടിക്കഴിഞ്ഞാൽ ട്രംപിനെ എന്തെങ്കിലും ചെയ്തില്ലേ അല്ലേ? ഒന്നുമില്ലെങ്കിൽ ട്രംപ് മധുരയെ പിടിച്ചോണ്ട് ജയിലിട്ടിരിക്കില്ലേ, കത്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ ട്രംപിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലുള്ളവരല്ലേ ഈ കോലം കത്തിക്കത്തുള്ളൂ. അപ്പോൾ അത് ഈ കോലം കത്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പ്രാകൃതമാണ്. മാത്രമല്ല അത് സമൂഹത്തിലേക്ക് വിടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ്. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം, നമ്മളത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ, ഈ ചെയ്യുന്ന പ്രവൃത്തി പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കേസെടുക്കാനുള്ള നിയമമുണ്ട്, കേസെടുക്കുകയും ചെയ്യും. ഇന്നലെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന് ഒരാൾ മൈക്കിൽ കൂടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉടനെ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്ത് വലിയ പ്രശ്നമാക്കി, അല്ലേ? അത് വലിയ കൊലവിളി മുദ്രാവാക്യം, കലാപത്തിന് ആഹ്വാനം, ഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വകുപ്പുകളിട്ട് കേസെടുക്കും. അതിനേക്കാൾ ഗുരുതരമായ സംഗതിയാണ് ഈ കോലം കത്തിക്കൽ. ശരിക്കും പറഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ അനുവദിക്കാൻ പാടുള്ള കാര്യമല്ലേ ഈ കോലം കത്തിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇതൊക്കെ ഒരുതരം അബോധപൂർവമായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസാണ്. അത്തരത്തിലുള്ളൊരു അബോധപൂർവമായ ആക്ടിവിറ്റിയാണ് മധുരയിലെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ചെയ്യുന്നത്, അല്ലേ? അതെ, ബാലസുന്ദരം, കല്യാണസുന്ദരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കത്തിച്ചപ്പോൾ ഉണ്ടായ ആവേശം നോക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ അതിനകത്ത് പെട്ടെന്ന് ആൾ കത്തിക്കാൻ വേണ്ടി പെട്രോൾ ഒന്നും ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തത് ട്രംപിനോടുള്ള വിരോധം കൊണ്ടാണോ, അതോ മഡുറോടുള്ള സ്നേഹം കൊണ്ടാണോ? ഒന്നുമല്ല, മറിച്ച് പ്രാദേശികമായിട്ട് ഞങ്ങളുടെ ഇമേജ്
ഞങ്ങളൊരു അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന പാർട്ടിയാണ് CPM. മറ്റുള്ള പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. മധുരോ ഇപ്പം വെനിസുലയിൽ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളതിൽ പ്രതികരിക്കും. മറ്റുള്ള പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ പാർട്ടിയാണ് എന്നും പറഞ്ഞിട്ട് ഇത് മധുരയെ വിടാനോ അല്ലെങ്കിൽ ലോക അഭിപ്രായം രൂപീകരിക്കാനോ ഒന്നും സഹായിക്കത്തില്ലെന്നറിയാം. ഇത് മധുരയിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഈ CPMൻ്റെ ഒരു പ്രസക്തിയും അതുപോലെ തന്നെ ഇത് ഞങ്ങൾ കണ്ടോ, ഞങ്ങളെ നോക്കും, പ്രത്യേക പാർട്ടിയാണ് എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരെ ആകർഷിക്കുകയൊക്കെ ചെയ്യാം, സാന്നിധ്യം അറിയിക്കുകയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ ചെയ്യുന്ന സംഗതിയാണ്. അല്ലാതെ ഇതിനകത്ത് മറ്റ് ഘടകങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് EP ജയരാജൻ മുമ്പൊരിക്കൽ വാർത്ത കണ്ടതാണ്, ഒബാമ ഭരിക്കുന്ന കാലത്ത് പറഞ്ഞതാണ്. ഒബാമയും അമേരിക്കൻ സാമ്രാജ്യത്വവും CPMനെ ഭയപ്പെടുന്നു. അതാ ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു പ്രത്യേക ട്രോള് വന്നു, ഒബാമ ഇങ്ങനെ ഇരുന്നിട്ട് കാവിലമ്മയെ ശക്തി തരൂ പറയുന്നതായിട്ട്. അല്ല, ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയുടെ ഫലമാണ്. ഇതൊക്കെ ഒരു പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ചിലപ്പോൾ ഇത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണോ എന്ന് സംശയം. ശരിക്കും. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഇവരൊക്കെ ഇത് ഇപ്പോഴും നിർത്താതിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സന്ദേശം സിനിമയിലെ ആ ഒരു മറ്റേ മാസ്റ്ററുടെ ശങ്കരാടിയ അല്ലേ അഭിനയിച്ച റോളുണ്ടല്ലോ, അതും ശ്രീനിവാസൻ്റെ റോളും, ഇതൊക്കെ പല കുറി നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കാണുകയും ട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. പരിഹസിച്ചാലും മനസ്സിലാവുന്നില്ല. വീണ്ടും ഇവർ സ്വയം പരിഹാസ്യരാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തിലൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ലജ്ജയൊക്കെ വന്നു തുടങ്ങി. പക്ഷേ തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലേക്ക് ഇത്രയും ഈ മധുരയിലൊക്കെയാണ് കുറച്ച് പാർട്ടി അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇപ്പം പ്രിയം ചോദിച്ചതുപോലെ ഏതാണ്ട് 60കളിലോ 70കളിലോ ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് അവർ നിൽക്കുന്നത്. അതെ, സോവിയറ്റ് ഇറയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ഈ CPMലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പണ്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പം വിപ്ലവം വരും എന്നുള്ള ധാരണയിലാണ് പലരും നിൽക്കുന്നത്. മനസ്സിലായില്ലേ? വിപ്ലവം എത്താറായി, ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ സമീപ കാലഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് CPMൻ്റെ വളരെ ഉന്നതനായ ഒരു നേതാവിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്താണ് ഇദ്ദേഹത്തിൻ്റെ മകൻ, ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം വളരെ ഉന്നതനായ നേതാവാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉന്നതയാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മകനും എൻ്റെ സുഹൃത്തും രണ്ടുപേരും ഒരു പ്രായക്കാരാണ്. അപ്പോൾ പറയുകയാണ്, അമേരിക്ക വിപ്ലവത്തിന് പാകമായി കഴിഞ്ഞു. ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഈ ഉയർന്ന നേതാവ്. എപ്പോൾ വേണമെങ്കിലും അവിടെ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യമായി. കാരണം ചെറുപ്പക്കാർ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു. മാനസികമായിട്ട് ഒരു വിപ്ലവത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അവർ ഇനി ഒരു അവസരം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തിന് സംശയം തുടങ്ങി. അപ്പോൾ അയാൾ വളരെ കുറച്ചൊരു ലെവൽ ഹെഡായിട്ടുള്ളൊരു സാമാന്യ ബോധമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി പറയുന്നത് അയാൾക്ക് പോലും സംശയം വന്ന് ഇനി പിന്നെ അടുത്ത ദിവസങ്ങൾക്കകം അമേരിക്കയിൽ വിപ്ലവം ഉണ്ടാവുമോ. അപ്പോൾ ഇത്തരത്തിലൊരു വേൾഡിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും അതിലുള്ള ഈ പാർട്ടി പ്രവർത്തകരും. അവരെയൊക്കെ പ്രവർത്തകരെയൊക്കെ ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ കേൾപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമാണ്. വളരെ അപകടം പിടിച്ച ഒരു പോക്കാണ് എന്നുള്ളതിൽ സംശയവുമില്ല. പക്ഷേ യാഥാർത്ഥ്യബോധം തൊട്ട് തീണ്ടിയിട്ടില്ല. അതില്ല, അത് അവരുടെ തത്വശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. യാഥാർത്ഥ്യബോധം കാര്യം ക്ലാരിറ്റി ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ അവർക്കൊരു സംഗതി ലളിതമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. ലളിതമായ ഒരു സംഗതി എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സങ്കീർണമാക്കി പറയുന്ന ആൾക്ക് മനസ്സിലാവില്ല, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. ആത്മനിഷ്ഠാപരവും വ്യക്തിനിഷ്ഠാപരവുമായിട്ടുള്ള ഇടപെടലുകളെയും അതുമൊക്കെ ഇങ്ങനെ വെച്ച് സംസാരിക്കുക എന്നുള്ളതല്ലാതെ അത് അവരുടെ ഒരു പൊതു സ്വഭാവമാണ്. അതൊക്കെ തന്നെയാണ് അതിൻ്റെയൊക്കെ ബലമായിട്ടുള്ള ജീർണതയാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും CPM നേരിടുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. ഇന്ത്യ ലൈവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ IND എന്ന ലോഗോയിൽ തൊട്ടാൽ തന്നെ നിങ്ങൾക്ക് ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ ബെൽ ഐക്കണും അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക, വീഡിയോകളിലെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.